ഭീഷ്മപർവത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ ദേവദത്ത് ഷാജിയുടെ പുതിയ സിനിമയാണ് ധീരൻ. രാജേഷ് മാധവൻ നായകനായ ധീരൻ എന്ന സിനിമ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പുള്ള ഇതിന്റെ ഇന്റർവ്യൂകളും ഇതിന്റെ ബാക്കി പുറത്തു വന്ന കണ്ടന്റുകളൊക്കെ ഇതൊരു ഗംഭീര കോമഡി സിനിമയാണെന്നുള്ള സൂചനയാണ് നൽകിയത്. അതുപോലെ തന്നെ ഇതിന്റെ സംവിധാനം പറയുണ്ടായി അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് സിനിമകൾ എന്ന് പറയുന്നത് നമ്മുടെ 90s ഇൻഹരിയർ നഗർ അല്ലെങ്കിൽ രാംജി റാവ് സ്പീക്കിംഗ് പോലുള്ള സിനിമകളാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ ഒത്ത് ഈ സിനിമ എങ്ങനെ വന്നു എന്ന് നോക്കാം. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ രസകരമായിട്ട് വന്നിരിക്കുന്നത് തന്നെ ഈ കാസ്റ്റിംഗ് ആണ്. ഈ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ 90s അല്ലെങ്കിൽ 80s ലാസ്റ്റിലൊക്കെ ഒരുപാട് കോമഡി മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ച നടന്മാരാണ്. ജഗദീഷ്, അശോകൻ, അതുപോലെ തന്നെ അക്കാലത്തിന്റെ പ്രതിനിധികളായിട്ട് തന്നെ വിനീത്, മനോജ് കെ ജയൻ, സുധീഷ് തുടങ്ങിയ നല്ല ഒരു സീനിയേഴ്സ് ആയിട്ടുള്ള നടന്മാർ ഈ സിനിമയെ കാസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടും സിനിമയ്ക്ക് ഗുണമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജനറേഷനിലുള്ള രാജേഷ് മാധവൻ എന്നുള്ള ആക്ടർ ഒരു സാധാരണ ഹീറോ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ ഇല്ലെങ്കിൽ കൂടി അതിലൊന്നും ഒതുങ്ങാത്ത ഒരു പ്രത്യേക ശരീരഭാഷ അഭിനയ രീതിയിലുള്ള രാജേഷ് മാധവൻ മരണമാസം എന്നുള്ള സിനിമയിലുള്ള വില്ലൻ വേഷം വളരെ ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷം ഈ സിനിമയിൽ നായകനായിട്ട് വന്നു. അതും ആ ധീരൻ എന്നുള്ള പേരും രാജേഷ് മാധവൻ എന്നുള്ള നടനും കൂടി വരുമ്പോൾ തന്നെ അതിനകത്ത് ഒരു കൗതുകമുണ്ട്. ആ കൗതുകം ഈ സിനിമയിൽ ഉടനീളം അവർക്ക് കീപ്പ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് സിനിമയുടെ വിജയം. ഈ സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു കംപ്ലീറ്റ് നിർത്താത്ത കോമഡി അങ്ങനെയല്ല, പക്ഷെ ഇതിന് ഒരു സെക്കൻഡിൽ നമുക്ക് പെട്ടെന്ന് ചിരി ഉണർത്തുന്ന, ചില സീനുകളിൽ ഗംഭീരമായ പൊട്ടിച്ചിരികൾ ഉണ്ടാക്കുന്ന, നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു ടൈം പാസ് മൂവി ആയിട്ടാണ് സിനിമ ഫീൽ ചെയ്തത്. ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് എടുത്തു പറയേണ്ടത് കോമഡിയില് സുധീഷിന്റെ ക്യാരക്ടർ വളരെയധികം മികച്ചിരുന്നു. അതൊരു ഈ സിനിമയുടെ ഒരു ഇന്റർവ്യൂല് ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ വിനീത് പറയുകയുണ്ടായി. അതിന്റെ ഡബിങ് കണ്ടിട്ട് തന്നെ അദ്ദേഹം ആ സീനുകൾ കണ്ട് ചിരിച്ചുപോയി. അതുപോലെ തന്നെയാണ് സുധീഷിന്റെ സീനുകൾ സിനിമയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ധീരൻ എന്നുള്ള നമ്മുടെ രാജേഷ് മാധവന്റെ ഈ ഒരു ക്യാരക്ടർ, ഒരു ധീരതയ്ക്കുള്ള മെഡലൊക്കെ നേരെ ഈ ക്യാരക്ടർ ഒരു തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു സംഭവം നടക്കുകയും അവര് അന്വേഷിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്നും ഈ പല സ്വഭാവത്തിലുള്ള ഈ ഒരു കൂട്ടം, നാട്ടുകാരുടെ ഒരു കൂട്ടം അവിടത്തേക്ക് യാത്ര ചെയ്യുന്നതാണ് സിനിമയുടെ കഥ. നല്ല രസകരമായ ഒരു റോഡ് മൂവി വൈബാണ് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ നമുക്ക് തരാൻ വേണ്ടി സാധിച്ചത്. പിന്നെ നാട്ടുകാർക്കിടയിൽ തന്നെയുള്ള റിലേഷൻസും അവർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളും അതിനുണ്ടാവുന്ന വിള്ളലുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് നല്ല കോമഡിയുടെ അകമ്പടിയോടുകൂടി തന്നെ സിനിമയ്ക്ക് സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുജീബ് മജീദിന്റെ സിനിമ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ രീതി കിഷ്കിന്റെ ഒക്കെ ത്രില്ലർ അല്ല, ഇതിന് നല്ല ഫണ്ണായിട്ട് ചില ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ അത് കൂടുതൽ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലുള്ള സോങ്ങുകൾ മിക്സ് ചെയ്ത് നല്ല ആപ്റ്റായിട്ട് ചിരി ഉണർത്തുന്ന രീതിയിൽ തന്നെ അത് പ്ലേസ് ചെയ്യാൻ വേണ്ടി സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ മനോജ് കെ ജയൻ ആണെങ്കിലും വിനീത് ആണെങ്കിലും ഇതിലെ ഗെറ്റപ്പിന് വേറിട്ടുന്നത്. മനോജ് കെ ജയൻ വളരെ യങ് ആയിട്ടുള്ള ലുക്കിൽ നിന്ന് വരുന്നതിന് മാറി ഒരു ഗ്രേ ഷെയ്ഡൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ ഒരു മുസ്ലിം കഥാപാത്രമായിട്ട് വിനീതിന്റെ ലുക്കും ഒരു കാസർഗോഡുകാരനായിട്ടുള്ള ലുക്കും വളരെ വേറിട്ട് നിന്നു സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ ആദ്യ ഹാഫിൽ കംപ്ലീറ്റ്ലി റോഡ് മൂവി കോമഡി എന്നുള്ള സെക്കൻഡ് ഹാഫിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പീഡ് ബ്രേക്കർ പോലെ ചില സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിങ്ങിൽ തോന്നിയാലും വളരെ പെട്ടെന്ന് തന്നെ ആ ഇൻസിഡൻസിൽ ആ പേസിലേക്ക് തിരിച്ചു വരണം. ആ സമയത്ത് നമുക്കൊരു ഇമോഷണൽ ബ്ലോക്ക്, കുറെ ഇൻസിഡന്റ് കുറച്ച് സീരിയസ് ആയിട്ട് ത്രില്ലർ മോഡിലേക്ക് പോയി പിന്നെയും ബാക്ക് ടു ത്രില്ലർ കോമഡി ട്രാക്ക് എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ ഒരു പ്രിയദർശൻ ട്രിബ്യൂട്ട് പോലെ തന്നെ എല്ലാവരും ഒരു ലൊക്കേഷനിൽ വരികയും അങ്ങനെയുള്ള കൂട്ടപ്പൊരിച്ചിലുകളും അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു ഫൺ ഫാമിലി എന്റർടൈനർ എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ കൊടുക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. ഒരു ഗംഭീര ആദ്യാവസാനം ചിരി നിറഞ്ഞു എന്ന് പറയുന്നില്ലെങ്കിൽ കൂടി അവിടെ ചിരികൾ ഉണർത്തുന്ന ഓരോ കഥാപാത്രവും നന്നായിട്ടുള്ള പെർഫോം ചെയ്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അതുപോലെ തന്നെ രാജേഷ് മാധവന്റെ അമ്മയായിട്ട് അഭിനയിച്ച അമ്മിനി ചേച്ചി ഒരു ആദ്യം തന്നെ ജഗദീഷ് വന്നിട്ട് ഒരു വിവരം അറിയിക്കുമ്പോൾ ആ ചേച്ചി കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻ അതിഗംഭീരമായിട്ട് സിനിമയിൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ തീരുന്നുള്ള ക്യാരക്ടറിന് ആദ്യം തന്നെ തരാൻ വേണ്ടി ആ ക്യാരക്ടറിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ജഗദീഷ് ഒക്കെ അങ്ങനെ സീരിയസ് കോമഡി എന്നുള്ള വ്യത്യാസമൊന്നും ഇല്ലാതെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസിഡന്റ് റോളും അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മികച്ച റോളുകൾ ഒന്ന് തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. അശോകനാണെങ്കിലും അശോകന്റെ ഒരു പഴയ കാമുകി സെറ്റപ്പ് അങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത് രസകരമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ഫൺ ഫാമിലി നമ്മൾ വീക്കെൻഡിൽ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി, മനസ്സ് തുറന്ന് ചിരിക്കാൻ വേണ്ടി, വലിയ ടെൻഷനൊന്നും ഇല്ലാതെ ഒരു ഫീൽ ഗുഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ധീരന് ടിക്കറ്റ് എടുക്കാം. താങ്ക് യു.